പമ്പേഴ്സ് ധരിക്കുന്ന ഒരു കുട്ടി നിസ്കരിക്കുന്ന ഒരാളെ പോയി പിടിച്ചാൽ അവൻ നിസ്കാരം ബാത്തിലാക്കുമോ? പല ആളുകളെയും ഒരു സംശയമാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക. ആ കുട്ടി ധരിച്ച പമ്പേഴ്സിൽ മൂത്രം അല്ലെങ്കിൽ കാഷ്ടം ഉണ്ടെങ്കിൽ, നജസ് ഉണ്ട് എങ്കിൽ ആ കുട്ടി വന്ന് നിസ്കരിക്കുന്ന ഉമ്മയെ പിടിച്ചാൽ ഉമ്മയുടെ നിസ്കാരം ബാത്തിലാവും. ഇനി ആ കുട്ടി ഉമ്മയെ പിടിക്കണമെന്നില്ല, ആ കുട്ടിയെ ഉമ്മ പിടിച്ചാലും മതി. കുട്ടി നടന്നു പോകുമ്പോൾ മുന്നിലൂടെ പോകുമ്പോൾ കുട്ടി മുന്നിലൂടെ പോകാതിരിക്കാൻ ആ കുട്ടിയെ ഒന്ന് പിടിച്ചും കൂടെ മാറ്റി വെച്ചു. ഇങ്ങനെ മാറ്റി വെച്ചാലും ഉമ്മ കുട്ടിയെ പിടിച്ചാലും കുട്ടി ഉമ്മയെ പിടിച്ചാലും, നിസ്കരിക്കുന്ന ആളെ കുട്ടി പിടിച്ചാലും നിസ്കരിക്കുന്ന ആൾ കുട്ടിയെ പിടിച്ചാലും നജസ്സുള്ള സമയത്താണെങ്കിൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ്. വളരെ കാര്യഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പമ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചില്ലെങ്കിൽ അതിൽ കാഷ്ടവും മൂത്രമൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടികളല്ലേ, അവർ കാര്യം അതിൽ സാധിപ്പിച്ചിട്ടുണ്ടാവും. ഇതറിയാതെ ആയിരിക്കും പലപ്പോഴും മടിയിൽ കുട്ടി വന്നിരിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ തഹിയ്യാത്തിരിക്കുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ ആ കുട്ടി മടിയിൽ വന്നിരിക്കുന്നുണ്ടാവും. ആ ഉമ്മയുടെ നിസ്കാരം ബാത്തിലാവും. വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ പമ്പേഴ്സ് ധരിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് വളരെ കാര്യഗൗരവത്തോടു കൂടി ഉമ്മമാർ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിസ്കരിച്ചതിൽ യാതൊരു ഫലവുമില്ലാത്ത അവസ്ഥ വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.